ഇങ്ങനെ വെർട്ടിക്കലായി മല തുറന്നിട്ടാണോ ഈ റോഡ് നിർമ്മിക്കേണ്ടത് എന്നൊരു ചോദ്യം നേരത്തെ താങ്കൾ അടക്കമുള്ളവർ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വികസന വിരോധികളാകും. അങ്ങനെ വികസന വിരോധികൾ എന്ന വിളിക്ക് ഒരു ഐക്യപ്പെടലുണ്ട്. ചില സ്ഥലത്ത് നിന്ന് തുടർച്ചയായി വരുന്ന വാചകമാണത്, വികസന വിരോധികൾ. താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? സ്മൃതി, ഇതിൽ 2-3 കാര്യമുണ്ട്. ഞാൻ തർക്കിക്കാനല്ല, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, ഇപ്പോൾ ഇവിടെ സാങ്കേതിക പിഴവൊന്നുമില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു മികച്ച ഏജൻസി തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. അവർ ഈ കാട്ടിലൂടെയും പുഴയിലൂടെയും കടലിലൂടെയും ഒക്കെ റോഡുകൾ നിർമ്മിച്ചിട്ട് ശീലമുള്ളവരും അതിന് ടെക്നോളജി പരീക്ഷിച്ച് നല്ല രീതിയിൽ നടപ്പാക്കുന്നവരുമാണ്. ആ ടെക്നോളജിയും ആ DPRും എല്ലാം ഇവിടെയും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് പലതും ഇംപ്ലിമെൻ്റ് ചെയ്യാതെ പോകുന്നത്? അവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ വലിയ സാമ്പത്തിക ചെലവുണ്ട്. അത് ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ അത് എസ്കേപ്പ് ചെയ്താൽ, അത് ചെയ്യാതിരുന്നാൽ കോടികളുടെ ലാഭമുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന വേങ്ങരക്കടുത്തുണ്ടായ കൂരിയാടുണ്ടായ വിഷയം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അവിടെ ഭൂമി ഈ പറയുന്ന വെള്ളക്കെട്ടിൽ എങ്ങനെ കൺസ്ട്രക്ഷൻ നടത്തണം, എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം, എങ്ങനെ കോൺക്രീറ്റിങ് നടത്തണം, എങ്ങനെ ഷീറ്റ് വിരിക്കണം, അതിൻ്റെ മുകളിൽ എത്ര മെറ്റൽ വിരിക്കണം, അതിൻ്റെ മുകളിൽ എത്ര മണ്ണ് വിരിക്കണം, ആ മണ്ണ് എത്ര കോമ്പാക്റ്റ് ചെയ്യണം, കൃത്യമായ കണക്കുണ്ട്. അത് ചെയ്യുമ്പോൾ കാശ് ചിലവുണ്ടാകും. അതിൻ്റെ പകുതി പോലും ചെയ്യുന്നില്ല പല സ്ഥലത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പകുതി പോലും ടെൻഡർ വ്യവസ്ഥയിൽ പറയുന്ന ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ 50% പോലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ആരാണിതിന് സഹായിക്കുന്നത്? പൂർണ്ണമായ അഴിമതിയാണ്. കേരള ഗവൺമെൻറ്റും PWDയും ഒഴിഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല. അവർക്കിതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മോറൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ വർക്കുകൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സ്റ്റേറ്റ് PWD ആണ്. എത്ര വട്ടം മന്ത്രി പറഞ്ഞിട്ടുണ്ട്, എത്ര മീറ്റിംഗ് നടത്തിയെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വസ്തുതയല്ലേ? പക്ഷേ അവിടെയൊക്കെ നടന്നത് എന്താണ്? അവിടെയൊക്കെ നടന്നത് അഡ്ജസ്റ്റ്മെൻ്റാണ്. ഇപ്പോൾ ഈ KNR കമ്പനി നമുക്കറിയാം, അതിലൊക്കെ നടന്നിരിക്കുന്ന അഴിമതിക്ക് കയ്യും കണക്കുമില്ല. അവരെയൊക്കെ തുറന്ന് വിട്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ സ്റ്റാഫിനെ ഈ പറയുന്ന PWD മന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിക്കുന്നത് സ്വന്തം എന്താ പറയുക, പെങ്ങളെ കെട്ടി അളിയൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷം സ്നേഹം ഉണ്ടാവുമല്ലോ. ആ രീതിയിലാണ് ഈ KNRൻ്റെയൊക്കെ സ്റ്റാഫിനെ PWDയൊക്കെ മന്ത്രിൻ്റെയൊക്കെ ഓഫീസുകളിൽ സ്വീകരിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് ഈ വിഷയം. ഒരാളോടും നോ എന്ന് പറയാൻ പറ്റില്ല. അവർ ചെയ്യുന്നതിന് എഴുതി കൊടുക്കണം. PWD എഞ്ചിനീയർമാരെ വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കൂ. അവർക്കൊന്നും ഒരു റൈറ്റും ഇല്ല. സാറേ അത് ശരിയല്ല എന്ന് മന്ത്രിയോട് പറയാനുള്ള ശേഷിയില്ല. നീ അത് നോക്കണ്ട. നീ എത്ര കാലമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? KNR കമ്പനിയെക്കുറിച്ച് നിനക്കറിയോ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ പണിത കമ്പനിയാണ്. അവർക്കതറിയാം. ആവശ്യമില്ലാതെ അവിടെ പോയി ചൊറിയാൻ നിൽക്കണ്ട എന്ന് മരുമകൻ മന്ത്രി ഈ പറയുന്ന PWD ഉദ്യോഗസ്ഥന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. പിന്നെ ആര് നോക്കും ഇത്? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് പുറത്തു വിട്ട് നമ്മൾ ചർച്ചയ്ക്കിടയിൽ കോഴിക്കോട് എവിടെയോ മണ്ണ് നികത്തുന്നത്. ഈ നാഷണൽ ഹൈവേയുടെ തീരങ്ങളിൽ എത്ര ഏക്കർ ഭൂമിയാണ് സ്മൃതി നികത്തിപ്പോയത്? എങ്ങനെയാണ് നികത്തുന്നത് അറിയോ? ഇവർക്ക് ഒരു സ്ഥലത്തുനിന്ന് മണ്ണ് കട്ട് ചെയ്യുമ്പോൾ അതൊരു സ്ഥലത്ത് ഡംപ് ചെയ്യണം ആദ്യം. ആ ഡംപ് ചെയ്യാനാണ് എന്ന വ്യാജേനയാണ് ഈ വയലിൽ കൊണ്ടുപോയിട്ട് മണ്ണ് നിറക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ മണ്ണ് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള മണ്ണ് മാത്രം എടുത്ത് ആ വയൽ നികത്തുന്നതിന് ആവശ്യമായ മണ്ണ് അവിടെ ഇട്ടിട്ട് പോരുകയാണ്. ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ഈ പറയുന്ന PWD ഓഫീസിൽ, മന്ത്രിയുടെ ഓഫീസിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഗ്യാങ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് നടത്തുന്ന ഏത് പാടത്താണ് ഇത് ഡംപ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പോലും ഈ പറയുന്ന PWD മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ആ മണ്ണ് പിന്നെ കോരിപ്പോകുന്നില്ല. മറ്റൊരു കാര്യം എന്താണ്? ഇതിനൊന്നും ആരും തടുക്കില്ല, എതിർക്കില്ല. കാരണം ഇതിനെ എതിർക്കാൻ ചെന്നാൽ എന്താ പറയുക, വികസന വിരോധികളായി അല്ലെങ്കിൽ നാട്ടിലെ ഡെവലപ്മെൻറ്റ് നടക്കുന്നതിന് എതിർപ്പുള്ളവരായി ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, നമ്മൾ മനുഷ്യരാകെ കുഴഞ്ഞിരിക്കാനുള്ള ഇവിടുത്തെ ട്രാഫിക് ജാം കൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള സ്റ്റേറ്റ്, റോഡ് മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് നമുക്കില്ല. അപ്പോൾ എന്ത് പണ്ടാറടക്കിയിട്ടായാലും വേണ്ടിയില്ല ഈ റോഡ് പണിയൊന്ന് തീരട്ടെ എന്ന് മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക നിസ്സഹായാവസ്ഥ,
അതിനെ ചൂഷണം ചെയ്യുക PWD മന്ത്രി ഇവിടെ. ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നതാ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം പറയാതെ പോകാൻ വയ്യ, ഇതിൽ വലിയ അഴിമതി നടക്കുന്നത് എന്താണ്? മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇവിടെ ഉണ്ടായിരുന്നു. എന്താ ചെയ്ത അവസാനം? ഇവിടെ 2000-ഓളം കോറികൾ ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്, 2000-ഓളം ക്രഷറുകൾ പൂട്ടിക്കിടക്കുകയാണ്. അവർക്ക് അവരുടെ ലീഗൽ പ്രോബ്ലംസ് തീർന്ന് അത് റിന്യൂ ചെയ്ത് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഏകദേശം 5000 കോടി രൂപയോളം ഫൈന് കോറി ക്രഷറുകളിൽ നിന്ന് കേരളത്തിൽ പിരിച്ചെടുക്കാനുണ്ട്. അത് പിരിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഇത്ര കോടി ഉറുപ്പ്യ തരാനുണ്ടെന്ന് വേണ്ട ഒരു നോട്ടീസ് അവർക്ക് കൊടുക്കണം. ആ നോട്ടീസ് തരാൻ വേണ്ടിയിട്ട് ജിയോളജിക്കാരെ കാല് പിടിക്കുന്നു ഇവിടുത്തെ ക്രഷർ കോറി ഓണേഴ്സ്. അതൊന്നും തുറന്നു കൊടുക്കില്ല. കാരണം എന്താ അറിയോ? ഇവിടെ ലിമിറ്റഡ് ആയിട്ട് ചില ക്രഷറുകൾ, കോറികൾ മന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും താല്പര്യത്തിലുമുള്ളത്. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തത്? കേരളത്തിലെ കംപ്ലീറ്റ് പ്രൈവറ്റ് ഫോറസ്റ്റിലെ പാറകൾ, റവന്യൂ പാറകൾ ഇഷ്ടം പോലെ പൊട്ടിക്കാൻ പെർമിഷൻ കൊടുത്തില്ലേ? 500 കോടി മേലക്ക് രൂപ കോൺട്രാക്ട് എടുത്ത എല്ലാവരും നിങ്ങൾ കയറി പൊട്ടിച്ചു. അതാണ് ഓർഡർ. അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ ഈ പറഞ്ഞ 600 ചില്ലാനം കിലോമീറ്ററിൽ വലിയ ദുരന്തം വരാൻ പോകുന്ന ഈ ദുരന്തമുണ്ടാക്കിയത് മുഴുവൻ ഇതിൻ്റെ പിന്നിലുള്ള പണമുണ്ടാക്കുക എന്ന വലിയ ആർത്തി PWD മന്ത്രിയുടെ ഓഫീസും അതിനോടൊപ്പം നിൽക്കുന്നവർ കൂട്ടുനിന്നാണ് കേരളത്തിലെ ഈ 600 ചില്ലാനം കിലോമീറ്റർ ദുരന്ത ഭൂമിയാക്കി മാറ്റിയിട്ടുള്ളത്. വരാനിരിക്കുന്ന നാളുകളിൽ നമ്മളത് കാണാൻ പോവാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.